ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞതിന് ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. മർക്കോസ് 4:26. ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ്, നല്ല റോഡുകൾ, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, വയോജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമകാര്യങ്ങൾ. മനുഷ്യർ ഭരിക്കുന്ന ഈ ഭൂമിയിലെ പല രാജ്യങ്ങളിൽ പോലും ഇത്ര സൗകര്യങ്ങളും സ്വസ്ഥതയും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവരാജ്യം അതെങ്ങനെയുള്ളതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ രാജാതി രാജാവായി ഇരിക്കുന്നു. അവൻ കർത്താതി കർത്താവായിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിതു. അവൻ രാജാവാകുന്നു. നാം ഓരോരുത്തരും അവൻ്റെ രാജ്യത്തിലെ പ്രജകളാണ്. ഒരു രാജ്യത്തിന് ഒരു ഭൂപടമുള്ളതുപോലെ, അതിരുകളുള്ളതുപോലെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ രാജ്യത്തിനും വ്യക്തമായ അതിരുകളുണ്ട്. അവിടെ പ്രമാണിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എടുത്തു പറയുകയാണ്, ഇത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗമല്ല, നിന്നെക്കുറിച്ച് മാത്രമുള്ളതാണ്. ഒരു കർഷകനെ ഉപമയായിട്ട് പറയുകയാണ്. ഒരുവൻ വിത്ത് വിതച്ച് രാവും പകലും ഉറങ്ങി. ഒരു നല്ല കർഷകൻ ഒരിക്കലും ചുമ്മാ വിത്ത് കൊണ്ട് വാരി എറിയില്ല. അവൻ വിത്തിൻ്റെ വില അറിയാം. വിത്ത് വിതച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നവൻ അറിയാം. അതിൻ്റെ വിളവിൻ്റെ കാലം അറിയാം. എത്ര വിത്ത് വിതച്ചാൽ എത്ര കൊയ്യാം എന്നും അവന് കൃത്യമായി അറിയാം. അവൻ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തതിന് ശേഷം സ്വസ്ഥതയോടെ ആയിരിക്കുന്നു. അവനൊരു നിശ്ചയമുണ്ട്, ഈ വിത്ത് നല്ല ഫലം തരുന്ന വിത്താണ്, എനിക്ക് ഒരു നല്ല കൊയ്ത്ത് ലഭിക്കും, എനിക്ക് വലിയൊരു വിളവെടുപ്പ് തീർച്ചയായും ലഭിക്കും. ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ശ്രദ്ധയോടെ നമുക്കും നമ്മുടേതായിട്ടുള്ള നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്ത് നമുക്കും സ്വസ്ഥതയോടെ സമാധാനത്തോടെ കാത്തിരിക്കാം. കാരണം നാം ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. രാജാതിരാജൻ, കർത്താതികർത്തൻ, അവൻ നമ്മുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റി തരുന്നവനായ നല്ല ദൈവമാണ്.